ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മോളിവുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തതും റിലീസ് ചെയ്യാൻ പോകുന്നതുമായ മൂവികളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് ഒരു ഇംഗ്ലീഷ് മൂവിയാണ് ഷാമൻ. ഇതൊരു സൂപ്പർ നാച്ചുറൽ ഹൊറർ മൂവിയാണ്. ഈ സിനിമ ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഇത് ഒരു ഇംഗ്ലീഷ് സീരീസാണ് ഏലിയൻ എർത്ത്. ഇതൊരു സയൻസ് ഫിക്ഷൻ ഹൊറർ സീരീസാണ്. ഏലിയൻ ഫ്രാഞ്ചൈസിയിലെ ആദ്യത്തെ ടെലിവിഷൻ സീരീസാണിത്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് F1. ഇതൊരു സ്പോർട്സ് മൂവിയാണ്. ജോസഫ് കോസിൻസ്കി സംവിധാനം ചെയ്ത ചിത്രത്തിൽ F1 ഫോർമുല 1 റേസിംഗ് ഡ്രൈവറായി ബ്രാഡ് പിറ്റ് അഭിനയിക്കുന്നു. ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് ആമസോൺ പ്രൈമാണ്. ഓഗസ്റ്റ് 22 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്ത മൂവി അന്തേര. സർവിൻ ചൗളയെ കേന്ദ്ര കഥാപാത്രമായി എക്സൽ എന്റർടൈൻമെന്റ് നിർമ്മിച്ച് രാഘവദാർ സംവിധാനം ചെയ്ത ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഡ്രാമ ആൻഡ് സൂപ്പർ നാച്ചുറൽ ഹൊറർ സീരീസ് ആണ് അന്തേര. ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു തെലുങ്ക് മൂവിയാണ് കിങ്ഡം. വിജയ് ദേവരക്കൊണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി ഗൗതം ടിന്നനൂരി രചനയും സംവിധാനം നിർവഹിച്ച ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് കിങ്ഡം. നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് 28 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്ത ഒരു തെലുങ്ക് മൂവിയാണ് ഹരിഹര വീരമല്ലു. പവൻ കല്യാണിനെ കേന്ദ്ര കഥാപാത്രമാക്കി AM ജ്യോതി കൃഷ്ണ സംവിധാനം ചെയ്ത സിനിമയാണ് ഹരിഹര വീരമല്ലു. ഇതൊരു ഹിസ്റ്റോറിക്കൽ ആക്ഷൻ മൂവിയാണ്. ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത ഒരു ഹിന്ദി മൂവിയാണ് സയ്യാര. നവാഗതനായ ആഹാൻ പാണ്ഡെയെ നായകനാക്കി മോഹിത് സൂരി സംവിധാനം ചെയ്ത സിനിമയാണ് സയ്യാര. ഇതൊരു റൊമാൻറ്റിക് മൂവിയാണ്. അതോടൊപ്പം സംഗീതത്തിനും പ്രാധാന്യം നൽകുന്നു. ഇത് നിർമ്മിച്ചിരിക്കുന്നത് യാഷ്രാജ് ഫിലിംസ് ആണ്. നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. സെപ്റ്റംബർ 12 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തത് മലയാളം മൂവിയാണ് കോലാഹലം. സന്തോഷ് പുത്തൻ, കുമാർ സുനിൽ, അച്യുതാനന്ദൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി റഷീദ് പറമ്പിൽ സംവിധാനം ചെയ്ത ഒരു കോമഡി മൂവിയാണ് കോലാഹലം. സൺനെക്സ്റ്റ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് 22 മുതൽ ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു മലയാളം മൂവിയാണ് ഡൊമിനിക്. മമ്മൂട്ടിയെ നായകനാക്കി ഗൗതം വാസുദേവനാണ് സംവിധാനം ചെയ്ത ഒരു മിസ്റ്ററി കോമഡി ത്രില്ലർ മൂവിയാണ് ഡൊമിനിക്. ഇതിന്റെ നിർമ്മാണം മമ്മൂട്ടി കമ്പനിയാണ്. ഇതിൽ മമ്മൂട്ടിയെ കൂടാതെ ഗോകുൽ സുരേഷ്, സിദ്ദിഖ്, വിനീത്, വിജയ് ബാബു എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്നു. ആമസോൺ പ്രൈമാണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് 28 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു മലയാളം മൂവിയാണ് സൂത്രവാക്യം. ഷൈൻ ടോം ചാക്കോ, വിൻസി അലോഷ്യസ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി യൂജിയൻ ജോസ് ചിറമ്മൽ സംവിധാനം ചെയ്ത ഒരു മിസ്റ്ററി ത്രില്ലർ മൂവിയാണ് സൂത്രവാക്യം. ഓഗസ്റ്റ് 21 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു തമിഴ് മൂവിയാണ് തലൈവൻ തലൈവി. വിജയ് സേതുപതിയെയും നിത്യമേനോനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പാണ്ഡിരാജ് രചനയും സംവിധാനം നിർവഹിച്ച ഒരു റൊമാൻറ്റിക് ആക്ഷൻ കോമഡി ചിത്രമാണ് തലൈവൻ തലൈവി. ആമസോൺ പ്രൈമാണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് 22 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു അപ്ഡേറ്റ് പെരുമാനി എന്ന മൂവിയാണ്. സണ്ണി വെയിൻ, വിനയ് ഫോർട്ട്, ലുക്മാൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മജു രചനയും സംവിധാനവും നിർവഹിച്ച സിനിമയാണ് പെരുമാനി. ഇത് ഒരു കോമഡി മൂവിയാണ്. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസാണ് സിനിമയ്ക്ക് ലഭിച്ചത്. സൈനാപ്പിളാണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് 21 മുതൽ ഇത് OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് ബസൂക്ക എന്ന മൂവിയാണ്. മമ്മൂട്ടി, ഗൗതം മേനോൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഡിനോ ഡെന്നിസ് തിരക്കഥെഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് ബസൂക്ക. ഇതൊരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. കൊച്ചിയുടെ പശ്ചാത്തലത്തിലാണ് കഥ നടക്കുന്നത്. അങ്ങനെ ഇരിക്കെ ചില മോഷണങ്ങൾ നടക്കുകയും ഈ മോഷണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങളുമാണ് ഈ കഥ പറയുന്നത്. C5 ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഒരുപാട് നാളായി പ്രേക്ഷകർ ബസൂക്കയുടെ റിലീസിന് വേണ്ടി അക്ഷരം വരെ കാത്തിരിക്കുന്നത്. ബസൂക്കയുടെ റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഈ മാസം സർപ്രൈസ് റിലീസ് ഉണ്ടാവുന്നതാണ് പുതിയ റിപ്പോർട്ട്. അടുത്ത മൂവി സർക്കിഡ്. ആസിഫ് അലി, ദിവ്യപ്രഭ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി തമർ KV രചനയും സംവിധാനവും നിർവഹിച്ച സിനിമയാണ് സർക്കിഡ്. ആമസോൺ പ്രൈമാണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. റൂമർ പ്രകാരം ഈ മാസം ലാസ്റ്റ് ഇത് റിലീസ് ചെയ്യും. അടുത്തത് തങ്കമണി എന്ന മലയാളം മൂവിയാണ്. 1986 ഒക്ടോബറിൽ തങ്കമണിയിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ദിലീപ്, മനോജ് കെ ജയൻ, മേജർ രവി, നീതാപിള്ള എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രതീഷ് രഘുനന്ദൻ രചനയും സംവിധാനവും നിർവഹിച്ച സിനിമയാണ് തങ്കമണി. ഇതൊരു ക്രൈം ത്രില്ലർ മൂവിയാണ്. ആമസോൺ പ്രൈമാണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. തങ്കമണിയുടെ റിലീസിംഗ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഈ മാസം റിലീസ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു മലയാളം മൂവിയാണ് മാരീസൻ. ഫഹദ് ഫാസിൽ, വടിവേലു എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സുധീഷ് ശങ്കർ സംവിധാനം ചെയ്ത സിനിമയാണ് മാരീസൻ. ഇതൊരു കോമഡി ത്രില്ലർ സിനിമയാണ്. ചെറുകിട മോഷണങ്ങളുമായി ജീവിക്കുന്ന ദയ തടവ് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുന്നു. അങ്ങനെ ദയ മോഷ്ടികനായ ഒരു വീട്ടിൽ കയറുന്നതും അവിടെ അൽഷിമേഴ്സ് രോഗിയായ ഒരു വയോധികനെ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട നിലയിൽ കാണുന്നതും ആ വയോധികനെ അവിടെ നിന്ന് മോചിപ്പിച്ച് അവർ രണ്ടുപേരും നടത്തുന്ന യാത്രയാണ് ഈ കഥയുടെ ഇതിവൃത്തം. നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് 22 ഇത് OTTയിൽ റിലീസ് ചെയ്യും. പുതിയ OTT റിലീസുകളെ കുറിച്ച് അറിയുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.